മോളെ, നീ കോളേജിൽ നിന്ന് വരുമ്പോഴേ അമ്മയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് തയ്യൽക്കാരിയുടെ അടുത്തുനിന്ന്. നീ വരുമ്പോ അത് വാങ്ങിയിട്ട് വരുമോ? അയ്യോ അമ്മേ, ഞാൻ പറയാൻ മറന്നു. അമ്മ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ. അതെ, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയാ. ഞങ്ങള് ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ടുണ്ട്. അവരെ വീട്ടില് ഗ്രാൻഡായിട്ട് നടത്തണതാണ്. രാത്രി ഡിന്നറൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ക്ലാസ് 4 മണിക്ക് കഴിയേ. അപ്പൊ 4 മണിക്ക് കഴിഞ്ഞാൽ എല്ലാവരും പാർലറിലേക്ക് ഓടണം. അത്രയ്ക്കുള്ള സമയമുള്ളൂ. പാർലറിൽ പോയി മറ്റേ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാനായിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ അമ്മേ, എൻ്റെ ചുരിദാറൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ചുരിദാറിന് പറ്റിയ ഷോളില്ല. അപ്പം എനിക്കത് അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വേഗം മേടിച്ചിട്ട് വേണം പാർലറിൽ പോവാൻ. എന്നിട്ട് വേഗം വേണം അവളുടെ കേക്ക് കട്ടിങ് ആകുമ്പോഴത്തേക്കും അവിടെ എത്താൻ. അതാണ് അമ്മേ പ്രശ്നം. ഇതിൻ്റെ ഇടയിൽ ഇത് നടക്കില്ല. ഷോ അല്ല അമ്മേ, അന്ന് അമ്മ പറഞ്ഞിരുന്നല്ലോ അമ്മയ്ക്ക് ഒരു കല്യാണം ഉണ്ടെന്ന്. ആ കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് തന്നെയാണ് അമ്മ. ഇന്നായിരുന്നു ആ കല്യാണം. ഓശോ, ആ കല്യാണാണെന്നല്ലേ? അപ്പൊ എന്താ ചെയ്യാ? അമ്മ ഒരു കാര്യം ചെയ്യും. ഞാൻ അമ്മയ്ക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. അമ്മ മിക്കവാറും അന്ന് മേടിച്ച ആ റെഡ് സാരി ആയിരിക്കുമല്ലോ എടുക്കാൻ പോണത്. നമുക്കൊരു ഐഡിയ ഉണ്ട്. അമ്മയുടെ കയ്യിൽ ബ്ലൂ ബ്ലൗസ് ഉണ്ടല്ലോ. അമ്മ അതിന് ബ്ലൂ ബ്ലൗസ് ഇടുക. ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്, മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയും. അതായത് ഒരു മാച്ചും ഇല്ലാത്ത സാരി ബ്ലൗസും ഇടുക. എന്നാലോ അത് ഭയങ്കര ഫാഷൻ ആണ് ഇനും. അപ്പോ മറ്റേ അമ്മ ഇതൊക്കെ ഇട്ട് അങ്ങോട്ട് ഈ രീതിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ, അമ്മയുടെ ഫ്രണ്ട്സ്, അമ്മയുടെ കുശുമ്പുള്ള ഫ്രണ്ട്സൊക്കെ വിചാരിക്കും ഇവളിത്തിരി മോഡേൺ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. അത് അമ്മയ്ക്ക് അറിയില്ല. ശോഭനയൊക്കെ അങ്ങനെയാണ് ഇപ്പോ. നല്ല ഫാഷനായിട്ടുള്ളവരിപ്പൊക്കെ അങ്ങനെയാ ചെയ്യുക. ഞാനിപ്പോ അമ്മ വിചാരിക്കണ്ടാട്ടോ, ഞാൻ എനിക്ക് പോവാൻ അമ്മയുടെ ബ്ലൗസ് തയ്ച്ച് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ ശരിക്കും ഞാൻ പറയണം, അമ്മ അടിപൊളിയാവും. അമ്മ അങ്ങനെ സ്റ്റൈലത്തിയായിട്ട് പോയി കല്യാണം കൂടിയിട്ട് വാ അമ്മേ. അയ്യോ, എനിക്ക് നേരായി അമ്മേ, ഞാൻ പോട്ടെ. മറ്റേ ഇന്ന് ക്ലാസ്സിന് കൃത്യം ചെല്ലണം. എന്നാലും ഞങ്ങൾക്ക് 4 മണിക്ക് തന്നെ ചാടാൻ പറ്റുള്ളൂ. ശരി അമ്മേ, പോട്ടെ. ടാറ്റാ, ബൈ ബൈ. ശരി മോളെ, നിന്റെ കാര്യങ്ങളും നടക്കട്ടെ. പോയിട്ട് വാ.